സംസ്ഥാനത്തെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളെ കോർത്തിണക്കിയുള്ള ഹെലി ടൂറിസം പദ്ധതി ആരംഭിച്ചു. കൊച്ചി രാജ്യാന്തര വിമാനത്താവളം കേന്ദ്രമായുള്ള പദ്ധതി മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. സുപ്രധാന ടൂറിസം കേന്ദ്രങ്ങൾക്ക് നിലവിലുള്ള ഹെലിപാഡുകൾ കണ്ടെത്തി അവ ഈ പദ്ധതികൾക്കായി ഉപയോഗപ്പെടുത്തും. മൂന്നാർ, തേക്കടി, വാഗമൺ, ആലപ്പുഴ, കുമരകം, ജടായുപാറ, കോവളം, കോഴിക്കോട് ബീച്ച്, വയനാട്, ബേക്കൽ, ഫോർട്ട് നെല്ലിയാമ്പതി എന്നിവിടങ്ങളിലേക്കാണ് ഇപ്പോൾ വിനോദസഞ്ചാരത്തിനായി പാക്കേജുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. നെടുമ്പാശ്ശേരിയിൽ നിന്നും ശബരിമല, ഗുരുവായൂർ, കാടാമ്പുഴ, കൊടുങ്ങല്ലൂർ, പളനി, മധുര, രാമേശ്വരം എന്നിവിടങ്ങളിലേക്ക് തീർത്ഥാടന പാക്കേജും കൂടാതെ 1 ദിവസത്തെയും 2 ദിവസത്തെയും ഹണിമൂൺ പാക്കേജുമുണ്ട്. ചിപ്സൺ ഏവിയേഷന്റെ 5 പേർക്ക് യാത്ര ചെയ്യാവുന്ന 2 ഹെലികോപ്റ്ററുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. സംസ്ഥാനത്ത് താമസിയാതെ ഹെലി ടൂറിസം നയം പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് ചടങ്ങിൽ അറിയിച്ചു. ടൂറിസം മേഖലയിലെ അനന്ത സാധ്യതയെ വളരെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത്. അധികം വൈകാതെ ഒരു ഹെലി ടൂറിസം പോളിസി തന്നെ മുന്നോട്ട് വെക്കാനാണ് ടൂറിസം വകുപ്പ് ഉദ്ദേശിക്കുന്നത്. രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു ഹെലി ടൂറിസം എന്ന ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്തേക്ക് മറ്റിടങ്ങളിൽ നിന്നും വരുന്ന സഞ്ചാരികൾ, അത് വിദേശ സഞ്ചാരികളായിക്കൊള്ളട്ടെ, സംസ്ഥാനത്തെത്തുന്ന ടൂറിസ്റ്റുകളിൽ പലരും ഗതാഗതക്കുരുക്കിനെ തുടർന്ന് കൂടുതൽ വിനോദ കേന്ദ്രങ്ങളിലേക്ക് സഞ്ചരിക്കാൻ മടിക്കുന്നുണ്ട്. ഇതിനൊരു മാറ്റം വരുത്താൻ ഹെലി ടൂറിസം പദ്ധതി സഹായകരമാകും. സ്വകാര്യ സംരംഭകരുടെ പങ്കാളിത്തത്തോടെയാണ് പദ്ധതിയുമായി ബന്ധപ്പെട്ട സുരക്ഷാ മാനദണ്ഡം ഉൾപ്പെടെ മറ്റു കാര്യങ്ങളെല്ലാം ഹെലികോപ്റ്റർ സർവീസ് നടത്തുന്ന ഏജൻസികളുടെ തന്നെ ഉത്തരവാദിത്തത്തിൽ പാലിക്കപ്പെടണം. ഇവർക്കുള്ള ഫെസിലിറ്റേറ്ററായിട്ടാണ് ടൂറിസം വകുപ്പ് പ്രവർത്തിക്കുക. ഹെലി ടൂറിസം സംബന്ധിച്ച വിവരം നൽകുന്ന വെബ്സൈറ്റ് താമസിയാതെ സജ്ജമാകുകയും ഇതിലൂടെ ബുക്കിംഗും സാധ്യമാകും. സംസ്ഥാനത്തിൻ്റെ തെക്കും വടക്കുമുള്ള പ്രധാന കേന്ദ്രങ്ങളിൽ കൂടുതൽ ഹെലിപാഡുകൾ നിർമ്മിക്കും. ടൂറിസം മേഖലയിൽ കൂടുതൽ സ്വകാര്യ നിക്ഷേപവും താമസിയാതെ ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.